എന്നോടൊപ്പം ഹരി കൂടിയുണ്ട്. ഹരി, ഇന്നലെ ഒരുപാട് നാളിന് ശേഷം മലയാളത്തിലെ ഒരു ഫീൽ ഗുഡ് ഒരു റൊമാൻറ്റിക് എന്റർടൈനർ തിയേറ്ററിലെത്തി. സത്യം, ഒരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് എന്റർടൈനർ, കറക്റ്റാണ് പറഞ്ഞത്. ഒരുപാട് നാളായി അങ്ങനെ ഒരു സിനിമ വന്നിട്ട്. അത് തിയേറ്ററുകൾ നിറയ്ക്കുന്നുണ്ട്, കാണുന്ന പ്രേക്ഷകരുടെ മനസ്സും നിറയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അത് നമുക്ക് പ്രേക്ഷകർക്കായി എത്തിച്ച സംവിധായകൻ വിഷ്ണു മോഹൻ തന്നെയാണ്, അല്ലേ? അതെ, സംവിധായകൻ നമ്മളോടൊപ്പം തന്നെ ചേരുന്നുണ്ട് എന്നുള്ളതാണ്. വിഷ്ണു, നമസ്കാരം. നമസ്കാരം. വിഷ്ണു, എപ്പോഴും ഒരു സിനിമ ഇറങ്ങി അതിന്റെ ഫസ്റ്റ് ഷോ കഴിയുന്നത് വരെ ഒരു നെഞ്ചിരിപ്പുണ്ട്. ഇന്നലെ ആ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ ഒരു ഫീൽ എന്തായിരുന്നു? തീർച്ചയായിട്ടും ഞാൻ നമ്മളെ സിനിമ ചെയ്യുമ്പോഴതിനും റിലീസിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഒരു 35+ ഏജ് ഉള്ള ഓഡിയൻസിന്, അതായത് ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ആയി, അല്ലെങ്കിൽ ഒരു ഫാമിലി ഒരു ലവ് സ്റ്റോറി എന്നുള്ള കുറെ നാൾക്ക് ശേഷം അങ്ങനത്തെ ഒരു കഥ ഇവിടെ വന്നപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇന്നലെയൊക്കെ വൈകുന്നേരം ഇപ്പൊ ഞാൻ ഇവിടെ ലേറ്റ് ആയിട്ടാ വന്നത്. ആലപ്പുഴയൊക്കെ ഹൗസ്ഫുൾ ഷോ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയൊക്കെ പോയി തിയേറ്റർ വിസിറ്റ് ഒക്കെ നടത്തി. അപ്പം നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ ഫാമിലി ഓഡിയൻസ് ഇന്ന് നാളെയൊക്കെ ആയിട്ട് ഒരുപാട് തിയേറ്ററിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിഷ്ണു, ആദ്യ ദിനത്തിന് പ്രതികരണം എന്തായിരുന്നു? കാരണം ഓണത്തിന് റിലീസാവുന്ന ഒരു 6 സിനിമകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം അടുത്ത ആഴ്ചയാണ് ഈ സിനിമ റിലീസ് ആവുന്നത്. അപ്പോൾ തിയേറ്ററുകളിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് ഓണത്തിനൊക്കെ എല്ലാ സിനിമകൾക്കും നല്ല തിരക്കുകളുണ്ടായിരുന്നു. അതെ, അപ്പൊ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രണയത്തിന്റെ 4 വ്യത്യസ്ത പ്രണയങ്ങളൊക്കെയാണ് സിനിമ സംസാരിക്കുന്നത് മനസ്സിലാക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് ആദ്യ ദിവസം കഴിഞ്ഞതിന് ശേഷം? ആദ്യ ദിവസം നല്ല പ്രതികരണമായിരുന്നു. ഇപ്പൊ നമ്മളിപ്പോ ഇന്നലെ ഷോ നടന്ന ഹൗസ്ഫുൾ ഷോസ് ഉണ്ടായിരുന്ന 3-4 സ്ഥലങ്ങളിൽ പോയി. അപ്പോ പിന്നെ പോയ സ്ഥലങ്ങളിലൊക്കെ നല്ല അഭിപ്രായമായിരുന്നു ആളുകളുടെ ഉണ്ടായിരുന്നത്. വളരെ ഒരുപാട് സ്ത്രീകളൊക്കെ ഒരുപാട് ഇമോഷണലി സംസാരിച്ചു. ഭയങ്കര പലരും കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത്തരത്തില് ഉള്ള നല്ല ഫീഡ്ബാക്സ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നതിന്റെ ക്ലൈമാക്സ് ആണ്. അപ്പൊ അതെല്ലാവരും എടുത്തു പറയുന്നുണ്ട്. അപ്പം അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു അനുഭവമാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. ഈ മേതിൽ ദേവികയാണ് എന്ന് തോന്നുന്നു ഈ സിനിമയിലെ വലിയൊരു കണ്ടെത്തൽ. മേതിൽ ദേവിക ഇവിടെ ആദ്യ സിനിമയാണ്, ആദ്യ ചിത്രമാണ്. അവരിലൊരു നടിയുണ്ട് എന്ന് മനസ്സിലാക്കിയത് എങ്ങനെയായിരുന്നു? ഈ പറഞ്ഞതുപോലെ ഈ ഷൂട്ടിംഗ് സമയത്തൊക്കെ ഉള്ളൊരു അവരുടെ ഒരു പെർഫോമൻസിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല വിഷ്ണു, അതോടൊപ്പം ഈ മേതിൽ ദേവികയുടെ പിന്നാലെ കുറെ നാളുകൾ ഈ റോളിന് വേണ്ടിയിട്ട് തന്നെ നടക്കുന്ന ഒരു സിറ്റുവേഷൻ വിഷ്ണുവിനെ പറഞ്ഞു, എനിക്ക് മേതിൽ ദേവിക തന്നെ വേണമെന്ന് പറഞ്ഞ് ഈ തിരക്കഥയുമായി പിന്നാലെ നടക്കുന്നുണ്ടെന്ന് കേട്ടു. എന്തായിരുന്നു ആ ഒരു പിടിവാശിക്കും പിന്നിലെ കാരണം? അതെ, എന്താ വെച്ചാൽ അത് എന്താ പറയുക, നമുക്ക് അങ്ങനത്തെ ഒരു 40+ ഏജ് ഉള്ള ആളുകൾക്ക് അറിയാവുന്ന ഒരാൾ വന്നാൽ നല്ലതാണെന്ന് തോന്നിയിരുന്നു, ഒരു ഇമേജ് ഉള്ള. അപ്പോൾ പുള്ളിക്കാരിയായിട്ട് സംസാരിച്ചപ്പോൾ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളാണെന്ന് തോന്നി. അങ്ങനെ എനിക്ക് അത് തന്നെ വരണം എന്നുള്ളൊരു നിർബന്ധത്തിലാണ് ഞാൻ എന്താ പറയാ ഒരു വർഷത്തോളം പുള്ളിക്കാരിയുടെ പുറകിൽ നടന്ന, എന്ന് വെച്ചാൽ ഒന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തി. അപ്പൊ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത് പിന്നായത്. വിഷ്ണു, അതോടൊപ്പം ആദ്യത്തെ സിനിമ ഇപ്പോൾ മേപ്പടിയൻ വരികയാണെങ്കിൽ, ഇപ്പോൾ ജയകൃഷ്ണൻ എന്ന കഥാപാത്രത്തിന് അതിൻ്റെതായ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളിലൂടെയാണ്. ഇപ്പോൾ ഉണ്ണിമൂന്നിൻ്റെ അദ്ദേഹത്തിൻ്റെതായ കടങ്ങൾ, പ്രശ്നങ്ങൾ അതുമായിട്ടാണ് പോകുന്നത്. രണ്ടാമത്തെ ചിത്രം വരുമ്പോഴേക്കും ഒരു റൊമാൻറ്റിക് ഒരു ചിത്രമായിട്ടും വരുന്നു, ഒരു ഫീൽ ഗുഡ് ചിത്രമായിട്ട് വരുന്നു. ഈ ഒരു ജോണർ വ്യത്യാസങ്ങൾ നേരത്തെ പ്ലാൻഡ് ആയിരുന്നു, ഒരു രീതിയിലുള്ള സിനിമ മാത്രം മുന്നോട്ട് പോകരുത് എന്നുള്ളത് സംബന്ധിച്ച്? ഞാൻ ആക്ച്വലി സെക്കൻഡ് മൂവി വേറെ പടമാണ് ചെയ്യാനിരുന്നത്. അപ്പൊ അത് അതിന്റെ കാര്യങ്ങളായിട്ട് പോകുമ്പോൾ ഇത് പെട്ടെന്ന് സംഭവിച്ചതാണ്. അപ്പൊ അതിന് കുറച്ച് ഡിലേ വന്നപ്പോ പിന്നീട് ആ പ്രോജക്റ്റ് ഡ്രോപ്പ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പും ആയി പെട്ടെന്ന്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്, അല്ലാതെ മനഃപൂർവ്വം അങ്ങനെ ജോണർ മാറ്റിയതൊന്നുമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇത് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു, അപ്പൊ അങ്ങനെ ചെയ്തതാണ്. ഈ ബിജു മേനോനെ കുറിച്ച് പറഞ്ഞാൽ ഏത് ക്യാരക്ടറിനും പ്ലേസ് ചെയ്യാവുന്ന ഒരു നടൻ. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം, ബിജു മേനോൻ ചെയ്ത വ്യത്യസ്തമായ ഒരുപാട് കഥാപാത്രങ്ങൾ സമീപകാലത്ത് ഇറങ്ങുന്നുണ്ട്. ഇവിടെ ഒരു പ്രണയനായകനാണ്. ഇപ്പോൾ കോമഡി ചെയ്യിപ്പിക്കാം, വേണമെങ്കിൽ വില്ലനായി ഉപയോഗിക്കാം, ശക്തനായ നായകനായി ഉപയോഗിക്കാം. ഇവിടെ പ്രണയനായകനായി ബിജു മേനോൻ വരുമ്പോൾ ബിജു മേനോൻ തോന്നിയ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ബീച്ചർ, ഞാൻ പറയാം, ഈ ക്യാരക്ടർ നമ്മൾ ആലോചിച്ചപ്പോൾ ഏറ്റവും ആപ്റ്റായിട്ട് തോന്നിയ ഒരാളാണ്. ഈ പറഞ്ഞ എല്ലാവർക്കും ഇഷ്ടമുള്ള ആള്, അങ്ങനെ വലിയ ഹേറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത, എന്താ പ്രണയമൊക്കെ ചെയ്യാൻ ഇപ്പോഴും പറ്റുന്ന അങ്ങനത്തെ ഒരാളാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു നോക്കുമ്പം ഏറ്റവും നല്ല ഓപ്ഷൻ ആയിട്ടാണ് ബീച്ചറിനെ തോന്നിയത്. അത് ഈ പറഞ്ഞ സിനിമ ചെയ്തതിലെ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ബീച്ചറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വിഷ്ണു, ഇത് നിർമ്മാതാവും കൂടിയാണല്ലോ. ഒരു നിർമ്മാതാവിന്റെ സ്ട്രെസ്സും കൂടി ഉണ്ടോ? പ്രത്യേകിച്ച് തന്നെ രണ്ടാമത്തെ സിനിമ ഒരു നിർമ്മാണത്തിലേക്കും കൂടി കടക്കുമ്പോൾ അതിലുണ്ടായ ഒരു പ്രത്യേകിച്ച് മാറ്റങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അതിൻ്റെതായ അതിന്റെ ടെൻഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും ഒരു ക്രിയേറ്റീവ് ജോലിക്കപ്പുറം.
അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ടെൻഷൻസ് ഉണ്ട്, സ്വാഭാവികമായിട്ടുണ്ട്. പിന്നെ ഞാൻ മാത്രമല്ല, ഇതിനകത്ത് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പൊ എല്ലാവരുടെയും കൊണ്ടൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഈ നോൺ ലീനിയർ രീതിയിലാണല്ലേ ഈ കഥ പറഞ്ഞു പോകുന്നത്. അതങ്ങനെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടില്ല. അതിന്റെ ഒരു പ്രത്യേകത, അങ്ങനെ ഒരു പാറ്റേൺ തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു? അല്ല, അങ്ങനെ അത്തരത്തിലേ ആ കഥ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു സ്ലോ പേസിൽ പോവാ, സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടെ എൻഗേജ് ആവുക, ക്ലൈമാക്സ്, അതിന്റെ ക്ലൈമാക്സ് ആണ് പടത്തിന്റെ ഹൈലൈറ്റ്. അപ്പൊ ആ രീതിയിൽ അതിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് നല്ലത്. അതുകൊണ്ട് പക്ഷെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ നിർമ്മാതാവാകുമ്പോഴേ നമ്മൾക്ക് ഈ തിയേറ്റർ സ്ക്രീനുകൾ കിട്ടുക എന്നുള്ളത് സംബന്ധിച്ചുള്ളത് ഒരു 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 ഘടകം കൂടിയാണല്ലോ. നമുക്ക് ഏറ്റവും മാക്സിമം സ്ക്രീനിൽ എത്ര റിലീസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് സംബന്ധിച്ച് ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ മൊത്തത്തിലായിട്ട് എടുക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓണം റിലീസുകൾ വരുന്ന സമയമായതുകൊണ്ട് തന്നെ ആ സിനിമകൾക്കൊക്കെ വലിയ തിരക്കുമുണ്ട്. ഈ കഥ എന്ന് പറയുന്ന സിനിമ വരുമ്പോഴേക്കും നിങ്ങൾ പ്രതീക്ഷിച്ചത്ര തിയേറ്ററുകൾ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അത് ലഭിക്കുന്നുണ്ടോ? ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ നടക്കുന്നതുകൊണ്ട് ചോദിക്കുന്നത്. അല്ല, നമ്മൾ വിചാരിച്ച അത്ര തിയേറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം വേറെ അതിന് മുമ്പ് ഉണ്ടായിരുന്ന മറ്റു പല പടങ്ങളും ഈ സമയത്ത് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെതായ തിയേറ്ററുകളൊന്നും കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഫാമിലി, ലേഡീസ്, ഇതൊക്കെയാണ്. അപ്പൊ ഇവരിലേക്ക് എത്തി അവർ തിയേറ്ററിലേക്ക് ഇന്നലെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും ആളുകളുണ്ട്, തിയേറ്ററുകളിലുണ്ട്, പല സ്ഥലത്തും നല്ല ബുക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പം അന്ന് അതിപ്പോ ഈ ശനി ഞായർ ദിവസങ്ങളായിട്ട് കയറി വന്ന അഭിപ്രായങ്ങൾ, പബ്ലിസിറ്റി കൂടെ ആളുകൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും. ഏതായാലും എല്ലാ ആശംസകളും നേരുകയാണ് വിഷ്ണുവിന്. ഒരു വലിയ വിജയമായി മാറട്ടെ. ഏതായാലും ഇന്നലെയൊക്കെ നമുക്ക് ലഭിച്ച റിപ്പോർട്ടുകളും ഇന്ന് രാവിലെ ലഭിക്കുന്നതും ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫീൽ ഗുഡ് മൂവി, മലയാളത്തിൽ ഇങ്ങനെ കാണാൻ കാത്തിരുന്ന ഒരു സിനിമ എന്ന് തന്നെയാണ്. കാരണം പല ജോണറുള്ള സിനിമകൾ ഈ ഓണത്തിന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു റൊമാൻറ്റിക് ഫീൽ ഗുഡ് ജോണർ റിലീസ് ആയില്ല. അതിന്റെ ഒരു വിടവും കൂടി ഈ സിനിമ നികത്തി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ വിഷ്ണു പറഞ്ഞ പോലെ തന്നെ ആദ്യ ഷോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു മികച്ച അഭിപ്രായം തന്നെ കിട്ടുന്നുണ്ട്, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ആ ഒരു തള്ളിക്കയറ്റം തിയേറ്ററുകളിലും ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയല്ലേ നിൽക്കുന്നതും. അപ്പോൾ ആ പ്രതീക്ഷയും ആ സിനിമയും അതനുസരിച്ച് മുന്നോട്ട് പോകും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരവും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിഷ്ണു നമ്മൾ അതിഥിയായിട്ട് വിളിച്ചത്. ആശംസകൾ വിഷ്ണു ഇനിയുള്ള ഭാവിയിലെ പ്രോജക്റ്റുകൾക്ക്. നന്ദി. താങ്ക് യു സോ മച്ച്.